ആദ്യകർമ്മം കഴിച്ച് കൊടുത്തേക്കാം. പിന്നെന്താ കുഴപ്പം? അപ്പൊ ആ ഉണ്ണിക്ക് മംഗല്യകാരൻ വരുന്നു എന്ന് പറയണു. ഉണ്ണിയുടെ സ്വന്തം ബന്ധു മിത്രാദികളടക്കം പോയി ചോദിക്കാണ് ഇത് തീരുമാനം എന്താണെന്ന്. മതിയോന്ന്. അതായത് ഉണ്ണിസന്താനം ആ പെൺസന്താനായിട്ടല്ല ഇഷ്ടം. അപ്പൊ ഉണ്ണിസന്താനം നിന്റെ മാതാവ് പിതാവ് അല്ലെങ്കിൽ സ്വന്തം മിത്രാദികൾ ആരൊക്കെ അവർ 2-3 പേര് പോയിട്ട് കാര്യം പറയാം, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അപ്പൊ മംഗല്യം കഴിച്ചു തരൂ ഇല്ലേ എന്ന് ചോദിക്കാം. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറയാം. അതൊക്കെ ഈ കാര്യം പറഞ്ഞേക്കണം, മനസ്സിലാവണ്ട. അത് കഴിഞ്ഞ് നീ പറയുന്ന ബാക്കിയിലാ പ്രവൃത്തി. അതുപോലെ തന്നെ നീ പറയുന്ന കാര്യം ആ പെൺസന്താനം ഉള്ളതുപോലെ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമാകും, മനസ്സിലായ? നീ പറയുന്ന വാക്ക് സത്യമല്ലെന്ന് ആ പെൺസന്താനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ആ സ്ഥാനത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പൊ നീയും പൂർണ്ണമായിട്ട് പറഞ്ഞാൽ ആ പെൺസന്താനത്തിന് നിർത്തി ആ പെൺസന്താനത്തിനോട് വാക്ക് പറഞ്ഞ് ഉണ്ണിസന്താനങ്ങൾ ഒരു കുറച്ച് ദിനം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മംഗല്യം കഴിക്കാനുള്ള വാക്കാൽ ഉടമ്പടി വെച്ച് വന്നേക്കണം. അതുപോലെ തന്നെ ആ പെൺസന്താനം നിന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ നിനക്ക് അവിടെ നിൽക്കാൻ പറ്റൂ? പറയൂ അങ്ങനെ. അല്ല, ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല. മാതാവിന്റെ പിതാവിന്റെ ഇതിന് മുമ്പിൽ വെച്ച് നിന്റെ വാക്ക് അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വഴിയുണ്ടോന്നോ ചോദിച്ചുള്ളൂ. ആ പെൺസന്താനത്തിന്റെ വാക്കിൽ ആ പ്രവർത്തിയിരിക്കണം, മനസ്സിലായില്ല? അപ്പൊ ഞാൻ ആ ഉണ്ണിയുടെ നാമോദം എന്ന് പറഞ്ഞു കൊടുത്തു. ഞാനതിനുവേണ്ടി പ്രവർത്തിച്ചു തരാം, മതിയാ. പോകുന്ന സമയത്ത് എൻ്റെ അധികാരിനെ ഒന്ന് വിളിച്ച് പറഞ്ഞു, ഇന്ന നേരം ഇന്ന സമയത്ത് ഇന്ന ദിക്കിലെ ഉണ്ണിസന്താനത്തിന് കാണാനും കണ്ടുറപ്പിക്കാനും ഇന്ന പേരുകൾ പോകണ്ടെന്ന് നീ എന്ന് പറഞ്ഞു കൊടുത്തു. മനസ്സിലാവണ്ട? അപ്പോൾ അതിൻ്റെ കാര്യം എൻ്റെ കർമ്മി പറഞ്ഞു തരും, മനസ്സിലാവണ്ട? അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് അങ്ങനെയല്ല ഇങ്ങനെയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവൂ? നിന്റെ വാക്കിലും ആ ഉണ്ണിയുടെ വാക്കിലെ കാര്യം ഇരിക്കണേ, മനസ്സിലായില്ല? ഇപ്പൊ നീ പറഞ്ഞ കഥയൊക്കെ ശരിയാ. ഞാനില്ലാതെ കണ്ട് ആ ഉണ്ണി സന്താനം തങ്ങിപ്പാർക്കില്ല, മംഗല്യം കഴിക്കണമെങ്കിൽ എന്നെ കഴിക്കുള്ളൂ, ഇതൊക്കെ പറഞ്ഞതൊക്കെ ശരി. ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ ചെന്ന് അവരുടെ സ്വന്തം ബന്ധു മിത്രാദികൾ അല്ലെങ്കിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും അവരുടെ കൂടപ്പുറപ്പുകളിൽ ഒപ്പം നിന്നിട്ട് ഉണ്ണിനെ അറിയില്ല, അതൊക്കെ മുൻകാലത്ത് ഉണ്ടായതാ, ഇപ്പൊ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രേഖയുണ്ടാ കയ്യിൽ? വിളിച്ചതും പറഞ്ഞതിൻ്റെ ഒക്കെ വല്ലതും ഉണ്ടാ കയ്യിൽ? അപ്പൊ പോക്കോ, ഞാൻ തീർപ്പുണ്ടാക്കി തരാം. അവിടുത്തെ ദേശത്തിന്റെ ഒരു അധികാരികളൊരു കുഴപ്പമുണ്ട്. അല്ലാതെ കണ്ട് ഉണ്ണിയുടെ കുഴപ്പം ആ കൊണ്ടുപോകുന്ന ഉണ്ണിയുടെ കുഴപ്പമല്ല. ഞാനത് തീർപ്പുണ്ടാക്കി തരാം. ഇത് എന്നാ പോണേ? ഇതെന്നാ പോണേ? അടുത്ത ദിനം പോകാൻ പറ്റുമോ? അത് തന്നെ ഞാനും ചോദിച്ചത്. ആ ഉണ്ണിയുടെ ഉറപ്പില്ല എന്ന് അങ്ങനെ നടക്കുമെന്ന് എന്നാ ഞാൻ ചോദിച്ചത്. അതിനാണ് നീ പോയി ഒന്ന് കാര്യം പറയാൻ പറഞ്ഞതാ. 2 ദിനം കഴിഞ്ഞാൽ പോകാൻ പറ്റുമോ? ബുധനാഴ്ച അല്ലെങ്കിൽ നാളെ പറ്റുമോ?
ഇവിടുന്ന് വരുന്ന ഉണ്ണി എന്റെ നാലാമിടത്ത് വല്ല കല്ലുമുല്ല സമ്പ്രദായം ഉണ്ടാ? കുടുംബക്ഷേത്രം ഉണ്ടാ? നിന്റെ നാലാമിടത്തിന്റെ നാമോദയം എന്താ? ആ ദേശത്ത് അങ്ങനെ പറഞ്ഞതല്ലേ? മനസ്സിലായില്ല? ആ ദേശത്ത് അങ്ങനെ പറഞ്ഞതല്ലേ? ആ ദേശത്ത് കുടിയേറി പുറത്തപ്പോ ഉണ്ണിസന്താനങ്ങളുടെ നാലാമിടത്തിന് അങ്ങനെ ഒരു പേരുണ്ടാക്കിയതല്ലേ? അങ്ങനെ ഒരു പേരുണ്ടാക്കിയതല്ലേ? എവിടെയാ? ആരുടെ ഭവനത്തിലായിരിക്കണത്? എന്റെ ഭവനത്തിലായിരിക്കും. ആ, മീതുള്ള കുറച്ചധികം ഉണ്ണികളുള്ളതല്ലേ ഉണ്ണിയുടെ നാലാം മേടം അല്ലേ? ഒക്കെ നല്ല പ്രാപ്തിയുള്ള ഉണ്ണികളല്ലേ? വെള്ളിക്ക് പ്രാപ്തിയുള്ളവരല്ലേ? അപ്പോ സ്ട്രോങ്ങായിട്ടോരോ കാര്യങ്ങൾ പുറപോലെ ആശാക്കൾ പുരുഷന്മാരാരും ചെയ്യാനായിട്ട് തയ്യാറാവുള്ളൂ. പറഞ്ഞു 10-16 ഭവനത്തിലും മേലില്ലേ? അങ്ങനെ വരണല്ലോ, മനസ്സിലായില്ലേ? അങ്ങനെ വരണ്ടേ? തട്ടകത്തോടൊപ്പുറന്നുള്ള ആസ്ഥാനത്തേക്ക് ഒട്ടുംപടി ആലപ്പാറത്തോട് ആനപ്പൂരം വരെ നടത്തിയില്ലല്ലേ നിങ്ങളുടെ? അല്ലേ? ആനപ്പൂരം മനസ്സിലായില്ല? ഒരു ദേശത്തിന്റെ കൊട്ടുംപടി ആലപ്പാറത്തോട് ഉണ്ണികളുടെ സമുദായക്കാര് കുലം ഗോത്രമായിട്ട് കൊട്ടുംപടി ആലപ്പാറ അത്രയും പ്രൗഢിയുള്ള ഇല്ലാണെന്ന് മനസ്സിലായില്ല? ഉണ്ണികൾക്കൊക്കെ അധികാരികളുടെ കർമ്മമുണ്ട്, മനസ്സിലായില്ല? അധികാരികളുടെ കർമ്മം മനസ്സിലാവണ്ട അല്ലേ? ഏതാനും ഭവനത്തിൽ അങ്ങനെ തന്നെയല്ലേ? ഏതാനും ഭവനത്തിൽ അങ്ങനെ തന്നെയല്ലേ? വെള്ളിക്ക് കുറവൊന്നുമില്ല. അപ്പൊ എന്താ ചെയ്യാ? എന്താ ചെയ്യാന്ന്? എന്റെ കൂടെ തറവാട്ടില് അപ്പൊ സാമ്പത്തികമായിട്ട് ഉണ്ടാവാൻ പാടില്ല, മനസ്സിലായില്ല? നിന്റെ ഭവനത്തിലല്ലേ ഇരിക്കണേ? നിനക്കല്ല കേടുപാടുള്ളൂ, മറ്റുള്ളവർക്കൊന്നും കുഴപ്പമില്ല. കുറച്ചൊക്കെയുണ്ട്. അപ്പൊ നീ അതൊക്കെ കൊണ്ട് കാട്ടിക്കളഞ്ഞു. പൈസ ഇല്ലാത്ത ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. എല്ലാം കൂടെ ചാക്കി കെട്ടിക്കോ, മതിയാ? 7 കുടുംബങ്ങളിൽ 4 കുടുംബങ്ങളില് ഗവൺമെന്റ് ജോലിക്കാരുണ്ട്. ഞങ്ങൾക്ക് മാത്രമേ തറവാട് മാത്രമാണ് തകർന്നു. അത് തന്നെ ഞാനും പറഞ്ഞോളൂ. അപ്പോ പൈസ ഉണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പൈസ അപ്പൊ അതിനുള്ള മാർഗം ഞാൻ പറഞ്ഞു. എന്താ വേണ്ടേ? ജീവിതം കഷ്ടിമുട്ടിയില്ലെങ്കിൽ ഞങ്ങളെ പോണു, അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ എന്തെങ്കിലും ചെയ്യും? പൈസ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാനൊക്കെ പറ്റുള്ളൂ, കർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പൈസ ഇല്ല. എല്ലാരും കൂടി മുൻകാലത്ത് ഇരുന്ന് ഇല്ലത്ത് കൊണ്ട് കൊടുത്തൂടെ? അതും പറ്റില്ല അല്ലേ? മനസ്സിലായില്ല? ഞാൻ ചോദിച്ചത് എന്താ? ഉണ്ണിയുള്ള 4-ാമിടത്തുള്ള ഭദ്രൻ, അതുപോലെ തന്നെ 2 സേവക്കാരൻ, 2 ഒടപ്പുറന്നോട് ഞാൻ അങ്ങനെ കുറെ മലബാർ സങ്കല്പത്തില് കൊലവണ്ണായാടി, മലംകുറുത്തി അങ്ങനെയുള്ള എല്ലാ കരുക്കളും കൂടിയിട്ട് ഒരു ആവാഹനം ചെയ്ത് എല്ലാ ഉണ്ണികൾ കൂടി ശരിയായിട്ടുള്ള ഇല്ലം മനക്കൊലയിൽ കൊണ്ടു കൊടുത്തൂടെ നിങ്ങൾക്ക്? അതിനും പറ്റില്ല. ആ ഇല്ലം വെട്ടിപ്പോണ സമയത്ത് വന്ന് പറഞ്ഞതല്ലേ? ഭഗവതി തുള്ളിപ്പോൾ ഒന്ന് പറഞ്ഞു, ഇങ്ങനെ അവിടെ കൊണ്ടാക്കാൻ പറഞ്ഞു. തുള്ളിപ്പിളേ പുല്ലൂര് കൊണ്ട് അതാണ് ആസ്ഥാനം. അവിടുന്ന് അത്തരമാണ് ഇങ്ങോട്ട് കൊണ്ടാണ്. അപ്പൊ അവിടെ തന്നെ കൊണ്ട് ആക്കാൻ പറഞ്ഞു. പക്ഷെ ആസ്ഥാനായിട്ട് തന്നെ ഇതൊക്കെ ചോദിച്ച് ഇവരെ എല്ലാവരെ അനുവാദം കിട്ടിയിട്ടുണ്ടാകും കൊണ്ടുപോകാനായിട്ട്. ഇവരൊന്നും അടുത്തിനില്ല അവരെ കാര്യങ്ങൾക്ക്. ഈ
പിന്നെ കൊട്ടില് പണ്ട് ഇട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് സഹകരിക്കുമ്പോൾ അവരും സഹകരിക്കുന്നില്ല. അപ്പൊ എനിക്ക് ഒറ്റയ്ക്കൊന്ന് എന്നെ കൊണ്ട് കുട്ടികൾക്ക് കൂടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടാണ്. മനസ്സിലായില്ലേ ഉണ്ണിയെ? എൻ്റെ ആട്ടക്കാരൻ്റെ ഇല്ലത്തെ ഉണ്ണിയാണ് ഈ പറയണേ. കാര്യം മനസ്സിലായോ ഉണ്ണിക്ക്? മനസ്സിലായ? മുൻകാലത്ത് പിതാവിൻ്റെ കാലത്ത് ഇവിടുന്ന് കൊണ്ടുപോയതാ. അന്നും ഇവിടെ വന്ന് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. ഉണ്ണികൾക്ക് വെള്ളിക്ക് വകയുണ്ടായപ്പോൾ ഉണ്ണി സന്താനങ്ങളൊക്കെ പാടുകൂടി അവിടെ ഒരു കല്ലുമുള്ള വെച്ച് കെട്ടി അവിടെ ഇരുത്തി. വെള്ളിയും കാര്യങ്ങളും അധികാരങ്ങളെ കർമ്മങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഇത് മറന്നു. മനസ്സിലാവണ്ട? അത് അവിടെ നിന്നൊക്കെ പറിച്ചു വെച്ചപ്പോ ഒരു ഇല്ലത്തായി. ഇപ്പോഴും ചില ഇല്ലത്തുണ്ടല്ലോ വെച്ചാരാധന ഇല്ലേ? അപ്പൊ ഉണ്ണി എല്ലാം കൂടി പറക്കി കെട്ടി നീറ്റില് വിട്ടോ? മതിയാ? അപ്പൊ ഞാൻ ചില ഉണ്ണികൾ അതേപോലെ വിട്ടണം. മതിയാ? മനസ്സിലായോ? നമ്മുടെ വീട്ടിലിരിക്കുന്ന മൂർത്തികളെല്ലാരും കൂടി ചാക്കിലേക്ക് പറത്തിച്ച് വിട്ടുക. എല്ലാ ഉണ്ണികളോടും പറയാ ഇതെല്ലാം കൊണ്ട് ഞാൻ നീറ്റിൽ വിടും. മനസ്സിലാവണ്ട? ആ ഭാഗം കൂടിയല്ല എന്റെ അവിടപ്പുറന്നുള്ള കാളി കുറുമാലിക്കാവില് നീര് പോണത്. അത് തന്നെ ഞാനും പറഞ്ഞു. അപ്പൊ ചില ഉണ്ണികളെ ഞാൻ അതുപോലെ തന്നെ ചാക്കി കെട്ടിയേക്കാം. മതിയാ? അത് തന്നെ ഞാനും പറയും. ചില ഉണ്ണികൾ അതുപോലെ തന്നെ ചാക്കിൽ എന്തിനാ കെട്ടാ? എങ്ങനെയാ ചാക്കിൽ കെട്ടാ? പൊതിഞ്ഞ് വെള്ള വസ്ത്രത്തിൽ എങ്ങനെയാ കെട്ടിപ്പൂട്ടാ? നീ എല്ലാ ഉണ്ണികളോടും കൂടി പറഞ്ഞു. എന്നിട്ട് നിശ്ചയം ഉണ്ടാക്കിയോ? ആ ശരിയായിട്ട് ഇല്ലത്തെ എല്ലാത്തിനും കൂടി ആവാഹനം ചെയ്ത് കൊണ്ടു നിർത്തിക്കോ. ആണ്ടക്കോള് വരുന്ന സമയത്ത് അവര് ചെയ്യുന്ന കർമ്മത്തില് ഒരു വിഹിതം കൊടുത്ത് ഒപ്പം നിന്ന് പോന്നു. അല്ലാതെ കണ്ടൊന്നും നടപടിയാവില്ല ഉണ്ണിയെ. ഞാൻ അങ്ങനെ പറഞ്ഞു തന്നെ. നീ അങ്ങനെ ചെയ്യുന്നിട്ടല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതാ നിന്നോട്. മനസ്സിലാവണ്ട? എന്നെ ചാക്കിൽ കെട്ടണം. അപ്പോഴാണ് ചിലതിനൊക്കെ ഞാൻ പൊതിഞ്ഞു കെട്ടുള്ളൂ. അധികാരികളുടെ കർമ്മം ഉണ്ടായാലും വെള്ളി ഉണ്ടായാലും എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ ഉണ്ടാക്കി കൊടുത്ത കർമ്മം തന്നെ, ഞാൻ ഉണ്ടാക്കി കൊടുത്ത വെള്ളി തന്നെയാ. മനസ്സിലായോ ഉണ്ണിക്ക്? അത് തന്നെ ഞാനും പറഞ്ഞു. ഓരോന്നിന്റെ പേര് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലാവണ്ട നിനക്ക്? നീ മണ്ണാ സമുദായല്ലേ? അല്ലേ? ഇനി ഇതിനെ അപ്പുറത്തെ കഥയൊന്നും ഞാൻ പറയണ്ടല്ലോ. ആ ദേശത്ത് വന്നപ്പോൾ നിങ്ങൾ അങ്ങനെ നാലാമേടത്തിന്റെ പേരുണ്ടാക്കിയതാ. ശരിക്കുള്ള നാലാമേടത്തിന്റെ പേരറിയോ നിനക്ക്? പുല്ലൂരിനെ കൊണ്ടെങ്കിൽ അപ്പൊ പുല്ലൂർക്കാരനെ കാരണന്മാരൊക്കെ പറയുന്നു. അവിടെ വന്നപ്പോ അങ്ങനെ ആക്കിയതാ. ആ ദേശത്ത് വന്നോണ്ട് ശരിക്കുള്ള നാമത്തെ അറിയൂ. നീ ആ ഇല്ലത്ത് പോയിന്ന് നോക്ക്. മനസ്സിലായില്ല? ആ ഇല്ലത്ത് ചെന്നിട്ട് പറഞ്ഞു കാര്യം തീരുമാനം ഉണ്ടാക്കി തരും. 5 കർമ്മം പ്രവർത്തിക്കാൻ പറയാ ഉണ്ണി എനിക്ക് വേണ്ടി. എന്നിട്ട് എല്ലാ ഉണ്ണികളും വിളിച്ചു കൂട്ടിക്കോ. ഇല്ലെങ്കിൽ ഓരോരുത്തരുടെ ഉണ്ണിയുടെ ഭവനത്തിൽ കൊണ്ടുവന്നു പറഞ്ഞു. എന്റെ ഭവനത്തിൽ ഇരുത്തണ്ടെന്ന് പറഞ്ഞു. മനസ്സിലാക്കിയോ? നീ അങ്ങനെ തന്നെ പറഞ്ഞു. ഓരോരോ പീഠങ്ങൾ ഓരോരുത്തരുടെ ഭവനത്തിൽ ഞാൻ കൊണ്ടുവന്ന് വയ്ക്കും. മനസ്സിലാവണ്ട? ഇതിന് തീർപ്പുണ്ടാക്കി തന്നെന്ന് പറഞ്ഞു. അപ്പൊ നടപടിയാകും ഉണ്ണിയെ. ആ ഉണ്ണിയുള്ള ഭവനത്തിലുള്ള കൂടി ഈ ഉണ്ണിയുടെ ഭവനത്തിൽ കൊണ്ട് ചേർക്കാന്ന് പറഞ്ഞു. അവരാരാ മിടുക്കന്മാരെന്ന് നോക്കിയാ ഉണ്ണി? നീ പറഞ്ഞോ ഇതൊക്കെ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ ഭവനത്തിലോ കൊണ്ടുവന്ന് വെച്ചുതരും, എനിക്കിത് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മനസ്സിലാവണ്ട? അപ്പൊ നിശ്ചയിണ്ടാക്കി തരാൻ ഞാൻ. അപ്പൊ ചാക്കിൽ കെട്ടണോ വെള്ളത്തുണിയിൽ പൊതിയണമെന്ന് ഞാൻ നിശ്ചയിച്ചേക്കാം. ഞാനും ആ ഭദ്രനും ആ മലബാര കരുക്കള്, അതായത് എൻ്റെ മാതാവ് കുറത്തിയായിട്ടും എൻ്റെ അച്ഛൻ കുറവനായിട്ടുള്ള കരുക്കളിരിക്കുന്ന ശരിയായിട്ടുള്ള ഇല്ല. അപ്പൊ അത് ഞാനതുപോലെ തന്നെ അങ്ങോട്ട് ആക്കിത്തരാം. മതിയാ? പറഞ്ഞു ആ കർമ്മം കഴിഞ്ഞിട്ട് എല്ലാ ഉണ്ണികളോടും വിളിച്ചു പറയാ ഇത് അടുത്ത ദിനം നിങ്ങളുടെ ഓരോരുത്തരുടെ ഭവനത്തിൽ ഞാൻ കൊണ്ടുവന്ന് വയ്ക്കും, എനിക്കിത് നോക്കാൻ പറ്റില്ല എന്ന് കട്ടായം പറഞ്ഞു നീ. അപ്പൊ നിശ്ചയാവും. ഇല്ലെങ്കിൽ എല്ലാം കൂടി ചാക്കിൽ കെട്ടി ഞാൻ ആ നീറ്റിൽ വിടും. അപ്പൊ നിശ്ചയാവും എന്ന് പറഞ്ഞു. അതാ നടപടിയുള്ളൂ. ഉണ്ണി അവരെ വിളിച്ച് പറയാ ഇന്ന കാര്യങ്ങൾ എന്തെന്ന് തീരുമാനിക്കുക. അല്ലെങ്കിൽ
ശരിയായിട്ട് ഇല്ലത്ത് കൊണ്ടു കൊടുത്തോളാൻ പറയും. അവിടെ ഇരുന്നോളും. ഇതിനെ ആവാഹിച്ച് ഓരോന്നിനും ഓരോരോ ആവാഹനം ചെയ്ത് കൊണ്ടുവന്ന് ഇരുത്തിക്കോ. മനസ്സിലാവണ്ട. അതല്ല, കൊണ്ടുവന്ന് ഇരുത്തിയാ പോരാ. അവിടുത്തെ വെള്ളാട്ടിന് സമയത്ത് അവരിടുന്ന വിഹിതത്തിൽ ഒരു വിഹിതം കൊടുത്താൽ മതി. അപ്പോ നൂലാമാലില്ല. അല്ലെങ്കിൽ ഇരിക്കുന്ന കാലം വരെ നൂലാമാല തന്നെയാ. തറവാട്ടിലേക്ക് വിളിക്കാൻ പറഞ്ഞു. പുല്ലൂരാണ്. അപ്പൊ പുല്ലൂര് ഒന്ന് വെക്കാൻ പറഞ്ഞു. വീട്ടുകാരോട് ഇന്ന് പറഞ്ഞപ്പോ വീട്ടുകാർ സഹകരിക്കുന്നില്ല എന്നറിയാം. അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ. ഒന്നിനും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളായിട്ട് നോക്കിക്കോ, ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. കുറെ ചീറ്റ് പറഞ്ഞത് എല്ലാ വീടും ക്ഷേത്രം ക്ഷേത്രം പണിതു. എന്തായാലും ചെയ്യാം. പൂജ കഴിഞ്ഞതിന് ശേഷം അവരെല്ലാവരോടും ഒന്നുകൂടി പറയും. അടുത്ത കാര്യം എന്താണെന്ന് നമുക്ക് ദിവസം വരാത്ത രീതിയിൽ ബാക്കിയുള്ളൊരു കടലാസ് ശുദ്ധിയുള്ള സ്ഥലത്തെടുത്ത് വയ്ക്കുക. അടുത്ത ഞായറാഴ്ച വരുമ്പോൾ 10,000 രൂപ ഈ പുഷ്പം, ഒരു കുറ്റി മദ്യം, ഒരു കുറ്റി നെയ്യ് ശരീരം കൊണ്ടുവരണം. ഒരു കോടി കൊണ്ട് കൊണ്ടുവരണം. എപ്പോഴാണ് വെച്ചാൽ പൂവും കൊണ്ടുകൂടെ വരണം. പൈസ കൊണ്ടുവരും. കുഴപ്പമില്ല. 40 ദിവസം സമയം കൊടുക്കണം. അത് പറ്റില്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായോ നിനക്ക്? നീ നിന്റെ ശരിയായ ഇല്ലത്ത് പോയിട്ട് പറയേണ്ട കഥ ഇവിടെ വന്ന് പറഞ്ഞപ്പോ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാര്യം നടക്കണം. മനസ്സിലായില്ല? ഞാൻ വെറുതെ ഇരിക്കുന്നല്ലോ ഇവിടെ. നീ നിന്റെ കരുക്കളൊക്കെ ഉള്ള ശരിയായിട്ട് ഇല്ലത്ത് പോയിട്ട് ഈ പരിഭവം പരാതിയും പറഞ്ഞാൽ അവിടെ തീരേണ്ട കാര്യല്ലേ? അല്ലേ? അല്ലേ ഉണ്ണി? അല്ലേ? അപ്പൊ നീ അവിടെ പറയാതെ കണ്ട് ഇതുപോലെ തന്നെ എല്ലാ ഉണ്ണികളും ആ ശരിയായിട്ട് ഇല്ലത്ത് പോയിട്ട് പരിഭവം പരാതിയും പറഞ്ഞ തീരും. അതിന്റെ അപ്പുറത്തെ വെള്ളി വേറെ ഇല്ലത്ത് പോയിട്ട് ചെലവ് കഴിക്കും. മനസ്സിലായി? ഇപ്പൊ ഉണ്ണി ആ ദേശത്ത് നിന്ന് ഇത്രയും വഴി ദൂരം ഇവിടെ വന്നതിന്റെ പാതി ദൂരമില്ല എന്റെ ശരിയായിട്ടുള്ള ഇല്ലത്തേക്ക്. മനസ്സിലാവണ്ട. ആ ഇല്ലം വെട്ടിപ്പണിയുന്ന കാലത്ത് ഈ ഉണ്ണിസന്താനങ്ങൾ അതുപോലെ തന്നെ കുറച്ച് മാറി നിൽക്കുന്ന ഉണ്ണികളുണ്ട്. എല്ലാവരും ചേർത്ത് വിളിച്ച് പറഞ്ഞതാ. ഇതെല്ലാം കൂടി എല്ലാ ഇല്ലത്തും പല പല ദേശത്തും പല പല ഇല്ലങ്ങൾ ഇരിക്കുന്ന എല്ലാ വസ്തുക്കളും കൂടി ഒരുമിച്ചിരുത്താണ്. അപ്പോ പണത്തിന്റെ പ്രൗഢിയും മിന്നിന്റെ പ്രൗഢിയും അധികാരം വെച്ച് വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പൊക്കെ ഓരോരുത്തരുടെ ഉണ്ണികൾക്കൊക്കെ കത്തിപ്പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പൊ കത്തിച്ചോളാനാ ഓക്കോ. എന്റെ കർമ്മം തീർത്തേക്കണം 21 ദിനത്തിനുള്ളിൽ. എവിടുന്നാ വരുന്നത് ചോദിച്ചു. നാലാം മേടത്തിന്റെ നാമോദയം പറയും. എന്നെപ്പോലുള്ള കരിക്കുള്ള ആലയുണ്ട്, അറിയോ? പോവാറുണ്ടോ? ഞാൻ ചോദിച്ചതിന്റെ കാര്യം ഇപ്പോഴും നീ ഉത്തരത്തിലേക്ക് വന്നില്ല. എന്താ ഞാൻ ചോദിച്ചേ? ഉണ്ണിസന്താനങ്ങളുടെ ഈ പറഞ്ഞ നാമോദയുള്ള 4-ാം മേടത്തിന് കല്ലും കരിക്കലുണ്ട്. അവിടെ അറിയോന്ന് ചോദിച്ചത്? അറിയോ? ആ, അവിടെ നിന്ന് കുറച്ച് പടിഞ്ഞാട്ട് പോവാൻ പറയും. എവിടെയാ? ആ, ഇതറിയാൻ വേണ്ടിട്ടാ. അപ്പൊ ഇല്ലറിയാം. മനസ്സിലായ? വല്ല സ്നേഹബന്ധം ഉണ്ടായിട്ടുണ്ടാവും നീ? മുന്നുണ്ടായാൽ മതിണ്ടോ? പിന്നെ ഇപ്പിണ്ടാവണം. ഈ 41-ാം വയസ്സ് കാലത്തന്നെ മകന്റെ ചോദിച്ചതൊക്കെ മുന്നുണ്ടായ കണക്കന്നെ ഞാൻ ചോദിച്ചത്. അതെന്ത്? എത്ര ഉണ്ടായെന്ന് ചോദിച്ചത്? മകന്റെ കഴിഞ്ഞാൽ അതിനെ പെട്ടെന്നായിട്ട് വല്ല ബന്ധം
ഉത്തരത്തിലേക്ക് വന്നില്ല. എൻ്റെ അടുത്ത് ഉരുളണ്ട കാര്യം പറഞ്ഞു. എന്തെങ്കിലും അറിയാതെ കണ്ട് അങ്ങനെ പറയും മാതാവിന് തുല്യ സ്ഥാനം. മനസ്സിലായില്ല? അപ്പൊ എന്തെങ്കിലും ബന്ധമില്ലാണ്ട് നിങ്ങൾ അങ്ങനെ പറയും. ഞാൻ ചോദിച്ചെന്താ? അപ്പൊ പിന്നെന്താ നീ ഈ ഉണ്ണിനെ വെച്ച് പറഞ്ഞെന്തേ? ഞാൻ ആ ഈ ഉണ്ണിയുടെ കഥയൊന്നും ചോദിച്ചില്ല. ഞാനെന്താ പറഞ്ഞ മംഗല്യം കഴിച്ച ഏതെങ്കിലും പെൺസന്താനങ്ങളായിട്ട് എന്തെങ്കിലും അടുപ്പോ ബന്ധമുണ്ടായത് മാത്രമേ കൊടുത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ഉണ്ണിനെ ചേർത്ത് വെച്ച് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും കാര്യം ഞാൻ ഈ വടിയൊക്കെ നിർത്തിയ. അപ്പൊ ആ ഉണ്ണി സന്താനത്തിനെ കൊണ്ടുവരും. വരണല്ലോ നല്ല കാര്യങ്ങളൊക്കെ. ഉണ്ണികൾക്കെന്തല്ല ചോദിച്ചാൽ ഉണ്ണികളുടെ ഉണ്ണികൾക്കല്ല, കൂടെ പറഞ്ഞ ഉണ്ണിക്കത്തും. അപ്പൊ അതിന്റെ കാര്യകാരണങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാ ചില കാര്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം കിട്ടണ്ടേ? എന്നാലല്ലേ തെളിവാവുള്ളൂ, എന്നാലല്ലേ ഈ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. 2-3 ഉണ്ണിസന്താനങ്ങളുടെ ഒരു ശാപദോഷം ധരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ മംഗല്യം കഴിയാൻ പാടില്ല. ഈ പെൺസന്താനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് അമ്മയ്ക്ക് തുല്യമായുള്ള സ്ഥാനം വഹിക്കുന്നുണ്ട്. ഞാൻ മോഹിച്ചത് അത് വേറെ വിട്ട് പോയില്ല. അപ്പൊ തൊട്ടുമുള്ളിൽ എന്തൊക്കെ ഉണ്ടായിട്ട് അവരൊക്കെ മോഹമല്ലാതെ മനസ്സിലായില്ല. അപ്പൊ അതറിയാൻ വേണ്ടിയിട്ടാ ആ ഉണ്ണിയിൽ നിന്ന് കൊണ്ടുവരൂ. വരൂ, വിളിച്ചാ വരൂ. അവിടെ ഇങ്ങനെയല്ലല്ലോ കഥ പുരാണം പറയില്ല. മനസ്സിലായി? എൻ്റെ അടുത്ത് വരില്ല. ഞാൻ ചിലതൊക്കെ എടുത്തടിച്ച പോലെ ചോദിക്കും മുന്നേ. അപ്പോ ഇന്ന് നാണമാനങ്ങളെന്ന് വരും എൻ്റെ അടുത്ത്. അവിടെ പോയി അങ്ങനെയില്ല. 51 കർമ്മം പ്രവർത്തിച്ച് 21 ഞാൻ പ്രവർത്തിക്കാം. അതിൻ്റെ അപ്പുറത്തൊരു ബാക്കിയില്ല. ഇവിടെ അങ്ങനെയില്ല. ഉണ്ണിക്കറിയാതെ ചില കാര്യങ്ങൾ ഞാൻ ഉണ്ണിയുടെ ചേർത്ത് പറഞ്ഞു തരില്ലേ. ഇന്നതും കൂടി ഇല്ലായിരുന്നു, അതും കൂടി നീ ചേർത്ത് ചെയ്തിരുന്നു. ചില ആ ഉണ്ണികൾ വന്നു നിന്നപ്പോൾ എനിക്കത് പറയാൻ പറ്റില്ല. ഇന്നതും കൂടി ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരുന്ന മുതല. ആ ഉണ്ണി സന്താനത്തിന്റെ ചിത്രം കൊണ്ടുവരെ ഒരു സ്ത്രീ, ഒന്നല്ല 3-4 സ്ത്രീ പ്രതിമ കൊണ്ടുവരുന്നു. അതാ ചോദിച്ചേ. 2-3 സ്ത്രീ പ്രതിമ കൊണ്ടുവരാ. ഈ പെൺസന്താനത്തിന്റെ ഒരു ചിത്രം കൊണ്ടുവരാ. ഈ ഉണ്ണിയുടെ ഒരു ചിത്രം കൊണ്ടുവരാ. തിരുമുമ്പിൽ വരുന്നുള്ളിൽ മണ്ണ് കൊണ്ടുവരാ. 10 കർമ്മം പ്രവർത്തിച്ചു ഞാൻ തീർപ്പുണ്ടാക്കി തരാം. മംഗല്യം എന്താ നക്ഷത്രം എന്ന് പറഞ്ഞ് രേവതി. സമയം നല്ലതാ. കഴിഞ്ഞുകൊണ്ടായിരുന്നു 27 വയസ്സിൽ, 27-28 വയസ്സിൽ കഴിഞ്ഞുകൊണ്ടതായിരുന്നു. പിന്നെ അത്ര നല്ല കൊണ്ടൊന്നും അല്ല. കൂടെ പറഞ്ഞു നീ. അതായത് മനസ്സിലായില്ല. ആ ഉണ്ണി നിര്യാണം വന്നു പോയപ്പോ ആ ഒഴുക്ക് നികത്താനാ. മനസ്സിലായില്ല? ഈ 4ാം ഇടത്തുള്ളൊക്കെ ആ ഉണ്ണിക്ക് അനുഭവിക്കാനാ. മനസ്സിലായില്ല? അതിന് തെറ്റില്ലല്ലോ. എനിക്ക് കിട്ടാനുള്ള കർമ്മം ഞാൻ വാങ്ങിച്ചിരുന്നു. ഞാൻ അങ്ങനത്തെ ഒരു മുതലാ. ഞാൻ മിണ്ടാതിരുന്ന മുതലാ. അപ്പൊ നീ എല്ലാം കൂടി എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. കർമ്മം പ്രവർത്തിച്ച ആ ഉണ്ണിക്ക് വേണ്ടി. ഈ ഒരു താലിക്ക് വേണ്ടിയല്ലേ ചോദിച്ചത്. അപ്പൊ നിന്റെ താലിക്ക് വേണ്ടി ഞാൻ വഴി ഉണ്ടാക്കാം. മനസ്സിലായ? ഒക്കെ ഇവിടെ അങ്ങനെയാ. മംഗല്യം 27, 28, 30 വയസ്സിനുള്ളിൽ തീർന്നു കൊണ്ട കാലം കഴിഞ്ഞു. അതൊക്കെ ഇങ്ങനെ വന്ന് നിർത്തിയതാ. മനസ്സിലായില്ല? നല്ല പ്രാർത്ഥനാ സങ്കല്പ ദോഷങ്ങളുണ്ടായിരുന്നു. എന്നെ വെച്ചും എൻ്റെ ഏട്ടനെ വെച്ചും മലവാരക്കരുക്കളെ വെച്ചും 4ാം വേദക്കാരെ കൊണ്ട് വെച്ചും നല്ലവണ്ണം പെൺസന്താനം തറച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി ആര് പ്രവർത്തിക്കുന്നു അവർക്ക് കിട്ടും ദോഷം. മനസ്സിലായ? ഞാൻ നിന്നെ ദ്രോഹിക്കാൻ വരണ്ട. നീ അതിനു വേണ്ടി ആ കൂടെ പറഞ്ഞ ഏത് ഉണ്ണികൾ അതിനു വേണ്ടി പ്രവർത്തിച്ചോ അവർക്ക് കിട്ടും. ഇതിനു വേണ്ടി അവരുടെ കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാൽ അതിൻ്റെ പങ്ക് അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഞായറാഴ്ച വരുമ്പോൾ
ആ പെൺസന്താനം ഇത് അന്വേഷിക്കാൻ പാടില്ല, അതിന്റെ കല്ലും പതിരും തിരിക്കാൻ പാടില്ല എന്ന് പ്രാർത്ഥനയുണ്ട്. മനസ്സിലാവണ്ട? എന്റെ കർക്കിടമുണ്ടതാ പറയാ, അതിന് മുമ്പ് തീർക്കാൻ പറ്റുന്ന 17-ാം തീയതി മുന്നേ തുടർന്ന് 17-ാം തീയതി കർക്കടമാസം അതിന് മുന്നായിട്ട് തുടർന്ന് കാരണം കർക്കടമാസം സമിതി മുമ്പിലാണ് അതിന് മുന്നേ തീർക്കാണ് സംഭവം. പിന്നെ എന്റെ ദോഷങ്ങൾ എന്റെ മറ്റുള്ള ഇല്ലത്തിന് വന്നാൽ ഞാനതിന് തടന്നിട്ടില്ല. മനസ്സിലായില്ല? അതായത് സാമൂഹിക അതായത് ഇതിനെ കുറിച്ച് അന്വേഷിക്കാൻ പാടില്ല ഉണ്ണി. നിങ്ങൾ പലവട്ടം തുനിയാൻ നിശ്ചയിച്ചല്ലേ, എവിടെയെങ്കിലുമൊക്കെ പോയി കാണണം അന്വേഷിക്കണം. അപ്പം നടന്നായില്ല. അതങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്, അങ്ങനെ ഒരു ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്റെ കർമ്മം കഴിഞ്ഞിട്ട് വേണം ആ 4-ാം വേദക്കാരുടെ ചേരമാന്റെ ആസ്ഥാനത്തേക്ക് പറഞ്ഞയക്കാൻ. ചേരമാന്റെ ആസ്ഥാനത്ത് ഒരു പച്ചപ്പെട്ട ഒരു ചന്ദ്രക്കല, ഒരു പിടി വെള്ളി, അതുകൂടാണ്ട് ഒരു സ്ത്രീ പ്രതിമടക്കം ആ ചേരമാന്റെ ആസ്ഥാനത്ത് ആ കബറിന്റെ മുകളിൽ പച്ചപ്പെട്ടിട്ട് മൂടണം. എന്നാലേ ശരിയാവുള്ളൂ. ആ പെൺസന്താനം ഏതൊക്കെ കരുക്കളുണ്ടോ, ഏതൊക്കെ കുലക്കാരുണ്ടോ അവിടേക്ക് പോയിട്ട് കർമ്മം പ്രവർത്തിക്കുന്നുണ്ട്. മനസ്സിലായി? നല്ലവണ്ണം മോഹിക്കുക. എനിക്ക് കിട്ടാനുള്ള കർമ്മം ഞാൻ വാങ്ങിച്ചെടുക്കും. ഞാൻ അങ്ങനത്തെ ഒരു മുതലാണ്, ഞാൻ മിണ്ടാതിരുന്ന മുതലാണ്. അപ്പൊ നീ എല്ലാം കൂടി എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ കർമ്മം പ്രവർത്തിച്ചാവുണ്ണിക്ക് വേണ്ടി. പാചകം ചെയ്ത് കൊടുക്കല, വെട്ടി നുറുക്കി കൊടുക്കലല്ലേ, പാചകം ചെയ്യലല്ല. അതാണ് ഞാൻ ചോദിച്ചത്. വ്യാപാരമില്ലേ? എന്റെ നക്ഷത്രം എന്ന് പറഞ്ഞ് എനിക്ക് ചെമ്പോലത്തെ കൂടെ കൊടുക്കണമെന്ന് അർജുൻ പൂര. നിന്റെ പൊലിപ്പിനകത്തിരുന്നോട്ടെ, വെള്ളി വെന്ന് വീണ പൊലിപ്പില്ലേ, അതിനകത്തിരുന്നോട്ടെ. മനസ്സിലാവണ്ട? ആരെയും കാണിച്ചു കൊടുക്കരുത്. അടിത്തട്ടിലിരുന്നോട്ടെ എന്ന്. മനസ്സിലായില്ല? തുടങ്ങട്ടെ. തുടങ്ങി കഴിയുമ്പോഴേ അതിന്റെ തിരുമുമ്പിൽ നിന്ന് ഒരു നുള്ളു മണ്ണ് കൊണ്ടുവന്നേക്കണം. മനസ്സിലാവണ്ട? അതിന്റെ പേരിന് ഈ പേരെഴുതി കൊടുത്തേക്കണം. സമ്മതിച്ച എടുത്ത മുറിയേറെ എടുത്ത കടലാസ് പത്രമൊക്കെ ആക്കിയില്ലേ? ഒരു പകർപ്പ് ഉണ്ണിയുടെ കയ്യിൽ ഇരുന്നേക്കണം. അതുപോലെ അതിന് പേരുണ്ട, പേര് നിശ്ചയിച്ചിട്ടുണ്ട. പേര് നിശ്ചയിച്ച അതിന്റെ മുറിയറയ്ക്ക് ഒരു അക്കല്ലേ, അതും കൂടി കൊണ്ടുവന്നേക്കണം കേട്ടാ. നാമോദയം പറയുന്നു.
എന്തിന്റെ ഉണ്ണി? ആ സമയം നല്ല അവിടുത്തെ ഒരു ചെറിയ ആ പാറ എടുക്കുക, ഒരു ചെറുത് മനസ്സിലാവുണ്ട്. ഒരു സ്ത്രീ പ്രതിമയും കൂടി കിട്ടി കൂട്ടിക്കെട്ടി ആ കവാടത്തിന്റെ അവിടെ കെട്ടി കഴിഞ്ഞു. ചെറുത് മതി ഉണ്ണി. എന്നിട്ട് അതൊരു കട്ടി വയ്ക്കുക. ആ സ്ത്രീയുടെ പേര് കടലാക്കി ഈ മണ്ണിനോടും ഈ വസ്തുവിനോടും എന്തെങ്കിലും മുടക്കങ്ങളോ പ്രാർത്ഥനാ സങ്കല്പങ്ങളോ ഈ ഏത് പെൺസന്താനായിക്കോട്ടെ, ഇന്നെന്ന് വേണമെന്നില്ല, ഏത് പെൺസന്താനത്തിന്റെ പ്രാർത്ഥന വരുന്നുണ്ടോ അതൊക്കെ തീർത്തു തരുന്നു. പൊതിഞ്ഞു കെട്ടി വെച്ചു. ഒരു 21 ദിനം അവിടെ ഇരിക്കില്ല, അത് കഴിഞ്ഞ് മുമ്പിൽ കൊണ്ടുപോകാം. അല്ലെങ്കിൽ കരക്കട പുലരിക്ക് മുമ്പ് കൊണ്ടുപോകാം. അത് മതി, അത് മതി. ഈ ഒരു താലിക്ക് വേണ്ടിയല്ലേ ചോദിച്ചത്. അപ്പൊ നിന്റെ താലിക്ക് വേണ്ടി ഞാൻ വഴി ഉണ്ടാക്കാം. മനസ്സിലായ? ഒക്കെ ഇവിടെ അങ്ങനെയാ. മംഗല്യം 27, 28, 30 വയസ്സിനുള്ളിൽ തീർന്നു കൊണ്ട കാലം കഴിഞ്ഞു. അതൊക്കെ ഇങ്ങനെ വന്ന് നിർത്തിയതാ. മനസ്സിലായില്ല? നല്ല പ്രാർത്ഥനാ സങ്കല്പ ദോഷങ്ങളുണ്ടായിരുന്നു. എന്നെ വെച്ചും എൻ്റെ ഏട്ടനെ വെച്ചും മലബാര കരുക്കളെ വെച്ചും 4ാം വേദക്കാരെ കൊണ്ട് വെച്ചും നല്ലവണ്ണം പെൺസന്താനം തറച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി ആര് പ്രവർത്തിക്കുന്നു അവർക്ക് കിട്ടും ദോഷം. മനസ്സിലായ? ഞാൻ നിന്നെ ദ്രോഹിക്കാൻ വരണ്ട. നീ അതിനു വേണ്ടി ആ കൂടെ പറഞ്ഞ ഏത് ഉണ്ണികൾ അതിനു വേണ്ടി പ്രവർത്തിച്ചോ അവർക്ക് കിട്ടും. ആ പെൺസന്താനം ഇത് അന്വേഷിക്കാൻ പാടില്ല, അതിന്റെ കല്ലും പതിരും തിരിക്കാൻ പാടില്ല എന്ന് പ്രാർത്ഥനയുണ്ട്. മനസ്സിലാവണ്ട? എന്റെ കർക്കിടക മണ്ഡല പറയാ, അതിന് മുമ്പ് തീർക്കാൻ പറ്റും. 17-ാം തീയതി മുന്നേ തുടങ്ങി. 17-ാം തീയതി കർക്കിടമാസം 4 അതിന് മുന്നായിട്ട് തുടങ്ങി. കാരണം കർക്കിടമാസം പിന്നെ എന്റെ ദോഷങ്ങൾ എന്റെ മറ്റുള്ള ഇല്ലത്തിന് വന്നാൽ ഞാനതിന് തടന്നിട്ടില്ല. മനസ്സിലായില്ല? അതായത് ഇതിനെ കുറിച്ച് അന്വേഷിക്കാൻ പാടില്ല ഉണ്ണി. നിങ്ങൾ പലവട്ടം തുനിയാൻ നിശ്ചയിച്ചല്ലേ, എവിടെയെങ്കിലൊക്കെ പോയി കാണണം അന്വേഷിക്കണം. അപ്പം നടന്നായില്ല. അതങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്, അങ്ങനെ ഒരു ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്റെ കർമ്മം കഴിഞ്ഞിട്ട് ആ 4ാം വേദക്കാരുടെ ചേരമാന്റെ ആസ്ഥാനത്തേക്ക് പറഞ്ഞയക്കാൻ. ചേരമാന്റെ ആസ്ഥാനത്ത് ഒരു പച്ചപ്പെട്ട ഒരു ചന്ദ്രക്കല, ഒരു പിടി വെള്ളി, അതുകൂടാണ്ട് ഒരു സ്ത്രീ പ്രതിമ അടക്കം ആ ചേരമാന്റെ ആസ്ഥാനത്ത് ആ കബറിന്റെ മുകളിൽ പച്ചപ്പെട്ടിട്ട് മൂടണം. വന്നാലേ ശരിയാവുള്ളൂ. ആ പെൺസന്താനം ഏതൊക്കെ കരുക്കളുണ്ടോ ഏതൊക്കെ കുലക്കാരുണ്ടോ അവിടേക്ക് പോയിട്ട് കർമ്മം പ്രവർത്തിക്കുന്നുണ്ട്. മനസ്സിലായി? നല്ലവണ്ണം മോഹിക്കുക.
പാചകം ചെയ്ത് കൊടുക്കല വെട്ടി നുറുക്കി കൊടുക്കലല്ലേ, പാചകം ചെയ്യലല്ല. അതാണ് ഞാൻ ചോദിച്ചത്. വ്യാപാരമില്ലേ എൻ്റെ നക്ഷത്രം എന്ന് പറഞ്ഞ് എനിക്ക് ചെമ്പോലത്തെ കൂടെ കൊടുക്കണമെന്ന് പേര് അർജുൻ അർജുൻ പൂര. നിന്റെ പൊലിപ്പിനകത്തിരുന്നോട്ടെ, വെള്ളി വെന്ന് വീണ പൊലിപ്പല്ലേ അതിനകത്തിരുന്നോട്ടെ, മനസ്സിലാവണ്ട. ആരും കാണിച്ചു കൊടുക്കരുത്. അടിത്തട്ടിലിരുന്നോട്ടെ എന്ന് മനസ്സിലായില്ല. തുടങ്ങട്ടെ. തുടങ്ങി കഴിയുമ്പോഴേ അതിന്റെ തിരുമുമ്പിൽ നിന്ന് ഒരു നുള്ളു മണ്ണ് കൊണ്ടുവന്നേക്കണം, മനസ്സിലാവണ്ട. അതിന്റെ പേരിന് ഈ പേര് എഴുതി കൊടുത്തേക്കണം. സമ്മതിച്ച എടുത്ത മുറിയേറെ എടുത്ത ആ കടലാസ് പത്രമൊക്കെ ആക്കിയില്ലേ? ഒരു പകർപ്പ് ഉണ്ണിയുടെ കയ്യിൽ ഇരുന്നേക്കണം. അതുപോലെ അതിന് പേരുണ്ട, പേര് നിശ്ചയിക്കണ്ട. പേര് നിശ്ചയിച്ച അതിന്റെ മുറിയറയ്ക്ക് ഒരു അക്കല്ലേ, അതും കൂടി കൊണ്ടുവന്നേക്കണം കേട്ടാ. നാമോദയം പറയുന്നു. എന്തിന്റെ ഉണ്ണി? ആ സമയം നല്ല അവിടുത്തെ ഒരു ചെറിയ ആ പാറ എടുക്കുക, ഒരു ചെറുത്, മനസ്സിലാവുണ്ട്. ഒരു സ്ത്രീ പ്രതിമയും കൂടി കിട്ടി കൂട്ടിക്കെട്ടി ആ കവാടത്തിന്റെ അവിടെ കെട്ടി കഴിഞ്ഞു. ചെറുത് മതി ഉണ്ണി. എന്നിട്ട് ആ സ്ത്രീയുടെ പേര് ഈ മണ്ണിനോടും ഈ വസ്തുവിനോടും എന്തെങ്കിലും മുടക്കങ്ങളോ പ്രാർത്ഥനാ സങ്കല്പങ്ങളോ ഈ ഏത് പെൺസന്താനായിക്കോട്ടെ, ഇന്നെന്ന് വേണമെന്നില്ല, ഏത് പെൺസന്താനത്തിന്റെ പ്രാർത്ഥന വരുന്നുണ്ടോ അതൊക്കെ തീർത്തു തരുന്നു. പൊതിഞ്ഞു കെട്ടി വെച്ചു. ഒരു 21 ദിനം അവിടെ ഇരിക്കില്ല, അത് കഴിഞ്ഞ് മുമ്പിൽ കൊണ്ടുപോകാം. അല്ലെങ്കിൽ കരക്കട പുലരിക്ക് മുമ്പ് കൊണ്ടുപോകാം. അത് മതി, അത് മതി.
നിങ്ങളുടെ വീട്ടിൽ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് ആണ്. അല്ലാതെ ട്രീറ്റ് പുരുഷ പ്രതിമ ഉണ്ട് അവിടെ. ഒന്നുകൂടെ നല്ലവണ്ണം മുഴുകി തരാൻ പറ. അല്ല സങ്കല്പത്തോട് ചേർത്ത് വയ്ക്കാം. എന്നിട്ട് ഞാൻ ജന്മം നൽകിയ ഇന്ന നാമോദം ഇന്ന നക്ഷത്രം ഇത്ര വയസ്സ് കാലപ്രായമായുള്ള എൻ്റെ ഉണ്ണി സന്താനം ഇന്നതായ സ്ഥാപന ജംഗമോസ്തുക്കളിൽ അധികാരം കൂടി വെച്ചിട്ടുള്ളത് ഒപ്പം നിൽക്കാനുള്ള ഒരു വ്യവസ്ഥ വെച്ചിട്ടുള്ളതായ എൻ്റെ ഉണ്ണി സന്താനം എന്ന് പറഞ്ഞ് സങ്കല്പിച്ചുകൊണ്ട് വീഴ്ച ഞാൻ വഴി ഉണ്ടാക്കി തരാം. ഡാറ്റക്കാരൻ മുമ്പ് കൊടുത്തേക്ക് മലവാരൊക്കെ ഇരുന്ന് കർമ്മം ചെയ്തേക്കെ വേണ്ട അത് നടക്കും. പൂർണ്ണരൂപം എഴുതി വാങ്ങിച്ചോ. എൻ്റെ പേര് നാമോദയം എഴുതി വായിച്ചോ. പൂർണ്ണരൂപം എഴുതി വാങ്ങിച്ചോ. വഴി ഞാൻ ഉണ്ടാക്കിത്തരാം. അതൊന്നും നടപടി. നക്ഷത്രം പറ ഉണ്ണീതിൻ്റെ. ഒരു പിടി വെള്ളി മഞ്ഞപ്പൊട്ടിൽ പൊതിഞ്ഞു വെച്ച് നീ ആ എഴുതാൻ നിശ്ചയിച്ച പരീക്ഷയുടെ വിഷയം കൂടി എഴുതി വെച്ചോ. എനിക്കൊരു 10 കർമ്മം പ്രവർത്തിച്ചു. ഞാൻ വഴി ഉണ്ടാക്കി തരാം. നീ പഠിക്കാൻ നിശ്ചയിച്ചത് ആ വിദ്യയുടെ പേര്, നീ നിശ്ചയിച്ച സ്ഥലം, എൻ്റെ നാമോദയം നക്ഷത്രം, എൻ്റെ ഇല്ലത്തിൻ്റെ പേര്, എൻ്റെ പേരും കൂടി പൊതിഞ്ഞു കെട്ടി വെക്കും. ഞാൻ വഴി ഉണ്ടാക്കി തരാം. എവിടെ നിന്ന് വരുന്ന അത് കുഴപ്പമില്ല, ഞാൻ പൂർത്തീകരിച്ച് കൊടുത്തേക്കാം. കർക്കിടക പുരവിക്ക് മുന്നിൽ എനിക്ക് കർമ്മം ചെയ്യാൻ പറയാം. അപ്പം ഞാൻ തീർപ്പാക്കി തരാം. അതിന് മുമ്പ് ഒരു പിടി വെള്ളി മഞ്ഞപ്പൊട്ടിലായിട്ട് ആ വെണ്ണക്കാര് പൊതിഞ്ഞു വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടി പൊതിഞ്ഞു വെക്കാൻ ഞാൻ തീർപ്പുണ്ടാക്കി തരാം.
അടുത്ത എഴുത്ത് പരീക്ഷ എന്നാ നിനക്ക്? 2020 അടുത്ത അതിന് മുമ്പൊന്നുമില്ല. നീ ചെയ്തു വെക്ക്, ഞാൻ വഴി ഉണ്ടാക്കി തരാം. ഭവനത്തിന് വല്ല പഴവുണ്ടോ? അത് തന്നെ ചോദിച്ചോളൂ. ഉണ്ണിയുടെ ഭവനത്തിൽ നിന്ന് മാറി നിന്റെ ഭവനത്തിൽ തങ്ങി പറഞ്ഞു, അതല്ല കാര്യം. ഭവനത്തിന് വല്ല പഴവുണ്ടാ? നിന്റെ ഭവനത്തിന് വല്ല പഴവുണ്ടാ? അതുകൂടാണ്ട് ഈ ഉണ്ണിസന്താനത്തിന്റെ ഭവനത്തിൽ നിന്ന് ഏതെങ്കിലും മുന്നിലുള്ള പ്രാർത്ഥനാ സങ്കല്പം ഉണ്ടാ? നേരാവാൻ പാടില്ല, തിരിച്ചതേപോലെ തന്നെ വന്നേക്കണം ഉണ്ടാ? മൂലം നക്ഷത്രല്ലേ, വ്യാഴം അഷ്ടമത്തിൽ പോയി കിടക്കുക, അതാ കുഴപ്പം. ചുങ്ങപ്പുലരിന്നാവട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ നക്ഷത്രം എന്താ? വില്ലും വേല കഴിഞ്ഞു വരുന്ന വെള്ളി നിൽക്കണില്ല, അതല്ല കാര്യം. എന്നാ വില്ലും വേല ഉണ്ടാണ്. ഇത് നിന്റെ സ്ഥാപനത്തിന്റെ തിരുമുമ്പിൽ കുഴിച്ചു മൂടോ? ഇല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ തിരുമുമ്പിൽ കൊണ്ടുവന്നിടാൻ പറ്റുമോ? വലിയ നാണയല്ലേ, പറ്റുമോ? പറ്റുന്നെങ്കിൽ പറ്റുന്നു പറ. ആ സ്ഥാപനത്തിന്റെ പേരറിയോ? ആരതിന്റെ നടത്തിപ്പുകാരനോ നടത്തിപ്പുകാരിയാ? പേരറിയോ? ഉണ്ണിയുടെ സ്ഥാപനത്തിന്റെ പേര് പറ. ആ സ്ഥാപനത്തിന്റെ തിരുമുമ്പിലിട്ടേക്കാൻ പറ. വലിയ നാണയമാകുമ്പോൾ അങ്ങനെ എടുത്ത് വെച്ചോളും. അപ്പം ഞാൻ തീർപ്പുണ്ടാക്കി തരാം. അതങ്ങനെ ഇങ്ങനെയൊന്നും പോവില്ല ഉണ്ണി. അതല്ല പിന്നെ ഉണ്ണിസന്താനത്തിന്റെ വെള്ളിക്ക് ഒരു നട്ടം വരില്ല, വെള്ളി കയ്യിൽ നിൽക്കണില്ല. അതുകൂടാതെ ആ മണ്ണിന്റെ ചില ദോഷങ്ങളുണ്ട്, മനസ്സിലായില്ല. അപ്പൊ ചിങ്ങപ്പുലരി വരെ നീ ഒന്ന് കാത്തിരുന്നു, ഒരു കറുത്തതിനും കൂടി ഒന്ന് കാത്തിരുന്നു. പിന്നെ ഞാൻ നോക്കിത്തരാം. പിന്നെ അതുകൂടാണ്ട് തല്ലും തകരാറിലാണ് ഇറങ്ങിയേ. ചോദിച്ചതിന് പറ. തല്ലിന്റെ മനസ്സുകൊണ്ട് വിഷമുണ്ടോന്നോ ചോദിച്ചുള്ളൂ. ഉണ്ണി ഇറങ്ങിപ്പോന്നില്ല പോരെ. അതായത് ഞങ്ങൾ വില്ലും വേലയും കഴിഞ്ഞ് വലിയ കൂലിയും കൊണ്ട് ഞങ്ങളുടെ ഉണ്ണി സന്താനം അതിൻ്റെ ഭക്തി ഞങ്ങളുടെ ഭവനത്തിൽ നിൽക്കേണ്ട ഉണ്ണി
പെൺസന്താനത്തിന്റെ ഭവനത്തിൽ നിൽക്കുമ്പോൾ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവൂ നിന്റെ ഉണ്ണിയ നീ ആ ഉണ്ണി ഇത് ചെയ്തതിന് നിനക്കെന്ത് ഇട്ടുണ്ടാവും? നിനക്കും ശരിയാണ്. അപ്പം അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ പ്രതിമ വാങ്ങിച്ചിട്ട് എവിടെ നിന്ന് വരണുണ്ണി? ഒരു സ്ത്രീ പ്രതിമ വാങ്ങിച്ചിട്ടേ ഒരു ചുവന്ന പട്ടിലെ പൊതിഞ്ഞു കെട്ടി വെക്കി മാതാവിനെ സങ്കല്പിച്ച് എന്നിട്ട് ആ കർക്കിടക പുലരിക്ക് മുന്നിൽ ആ കോഴിക്കല്ലിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ശാപം നാണയം പട്ടം കൂടി അങ്ങോട്ട് കൊടുത്തേക്കണം. എവിടേക്കാ? അകത്തേക്ക് കൊടുത്തേക്കണം. ഇത് സ്ത്രീ പ്രതിമ ആ കോഴിക്കല്ലിൻ്റെ അടിയിൽ തെക്കോട്ട് തല വെച്ച് വെച്ചേക്കണം. തെക്കോട്ട് തല വെച്ച് മുന്നിൽ മാതാവിനെ തെക്കോട്ട് കിടത്താനല്ലാട്ട ആ മാതാവിന് അങ്ങനെ ഒരു മനസ്സിലാവുണ്ട്. ആളൊരു പ്രാർത്ഥന വെച്ചിട്ടുണ്ട്. അത് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റുമോ? അതൊക്കെ ശരിയെന്ന്, ഇതൊക്കെ ശരിയില്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ എന്നാലും എന്തൊക്കെ പറഞ്ഞാലും ജന്മം നൽകിയ ഉണ്ണിയല്ലേ, അതിൻ്റെ പിണിയാളരും ഭവനത്തിൽ കൺവട്ടത്ത് ഉണ്ടാവണം എന്നൊരു മോഹം ഉണ്ടാവില്ലേ? അത്ര ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ ഒരു തിരിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നേക്കണം. മനസ്സിലായ? തിരിച്ച് ഞങ്ങളുടെ അരികിലേക്ക് തന്നെ വന്നേക്കണം. അങ്ങനെ ഒരു പ്രാർത്ഥന വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഒരു കടുപ്പം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലാവണ്ട? അപ്പോൾ ആ കോഴിക്കല്ലിൻ്റെ ഇടയിൽ ആ സ്ത്രീ പ്രതിമ വെച്ചു. ഒരു 7 ദിനം നിന്റെ ഭവനത്തിൽ വെച്ചു. 7ാമത്തെ ദിനം കഴിഞ്ഞൊരു വെള്ളിയാഴ്ച കൊണ്ടുവന്ന് കൊടുത്തു കൂട്ടാ. ഞാൻ വഴി ഉണ്ടാക്കി ഇതവിടെ കൊണ്ടുവന്നിട്ടേക്കണം. ഏതാ ആരും കാണരുത്. രണ്ടുപേരുടെയും വലിയ അക്ഷമത്തിലാണ്. ഒരു ഉണ്ണിക്കല്ലെങ്കിൽ ഒരു ഉണ്ണിക്ക് വെള്ളിക്ക് ഇതുണ്ടാവണ്ടേ? രണ്ടുപേര് ജന്മനക്ഷത്രം കൊണ്ട് വെള്ളി അക്ഷമത്തിൽ പോയി നിൽക്കുക. ചിങ്ങപ്പുലരായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഉണ്ണിക്ക് വെള്ളിക്ക് നല്ല നിലനിൽപ്പുണ്ടാവും. മനസ്സിലായില്ല? വരുന്ന വെള്ളി എവിടെയും വരുന്ന വെള്ളി പോകണമെന്നില്ല, എന്നാലും വരുന്നുണ്ട് എവിടേക്കോ പോകുന്നുണ്ട്. അത്രേ ഉള്ള കാര്യം. ഓക്കെ. നിന്റെ നക്ഷത്രം പറഞ്ഞു. നിനക്ക് തിരിച്ചൊന്നും കൂടി പോണം. എന്ത്? ഞാനതൊന്നും ചോദിച്ചില്ല. നിനക്ക് 2 കറുത്ത ദിനത്തിനുള്ളിൽ പോകണമെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. 4-5 മാസക്കാലത്തെ കണക്കൊന്നും എനിക്കില്ല. 2 കറുത്ത്, അതായത് ചിങ്ങപ്പുലരി തീരുന്നതിന് മുമ്പ് നിനക്ക് പോണ. എവിടുന്ന വരുന്നേ? അവിടെ എന്താ കുഴപ്പമുണ്ടായേ? എന്താന്ന്? നീ പറ. ഒരു പെൺസന്താനത്തിനെ പറ്റിയാണ് തർക്കണ്ടായേ. ഇതിനോട് പറഞ്ഞാൽ പോലെ ഈ ദേശത്തുണ്ണിയാണ്. അതല്ല ചോദിച്ചാൽ ഈ ദേശത്തുണ്ണിയാണോന്ന് മനസ്സിലായില്ല. ഞാനെന്താ ചോദിച്ചത്? മലയാളം അതല്ല ഈ ദേശം എന്ന് പറഞ്ഞു. മറുദേശത്താണെങ്കിൽ ഞാൻ അങ്ങനെ പറയില്ല. അപ്പൊ ഈ ദേശത്തുണ്ണിയാണ്. നിനക്ക് ചെറിയൊരു ഇഷ്ടം ഉണ്ടായ? സത്യം പറഞ്ഞു. ഉരുകണ്ട. ആ ഉണ്ണിക്ക് നിന്നോടുണ്ടായോ? എന്നിട്ട് എന്താ നിന്റെ കർമ്മം പോയി? അതിന് ഇപ്പോൾ കാര്യം പറഞ്ഞിട്ടുണ്ടോ നീ? അതിനവിടേക്ക് ഈ ഒരു കാര്യം പറഞ്ഞു. അല്ല, ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യം എന്തിനാണ് കിടക്കുമ്പോഴേക്കും? അല്ല, അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചെന്താ, നീ എന്നാലും ആ പെൺസന്താനത്തിന്റെ ഒരു വിഷയ സംബന്ധമായിട്ട് നിന്റെ കർമ്മം പോവാൻ എന്താ കാര്യം എന്ന് ചോദ്യം.
അരി ഇപ്പൊ ആ ഉണ്ണി എവിടെ ഉണ്ടാ? നീ പുറത്തു പോയാ? അറിയാൻ വേണ്ടി കഥ അറിയണ്ട. തിരിച്ച് നിനക്ക് അവിടേക്ക് തന്നെ പോണ? ആ ദേശത്തേക്ക് പോണ? ആ ഉണ്ണിയോട് ഇപ്പോഴും ഒരു ചോദ്യം ഞാൻ ചോദിച്ച് നിർത്തിയിട്ട് പിന്നെ അതിന് ഉത്തരം കിട്ടിയിട്ടില്ല. ആ ഉണ്ണിക്ക് നിന്നോടുണ്ടായോ? അല്ലെങ്കിൽ പിന്നെ നിന്റെ കാര്യം പറഞ്ഞ ആ ഉണ്ണി വരേണ്ട കാര്യമില്ലല്ലോ. ആ ദേശത്തിന്റെ 5 കർമ്മം, ആ പെൺസന്താനത്തിന്റെ പേരിൽ 5 കർമ്മം, ഈ ഉണ്ണിയുടെ പേരിൽ 5, അങ്ങനെ 15 കർമ്മം പ്രവർത്തിച്ച് ആ പുസ്തകത്താള് വാങ്ങിച്ചോ. ഞാൻ വഴി ഉണ്ടാക്കി തരാം. മതിയാ? ഇവിടെ അധികം നിൽക്കണ്ട. ഈ മലയാളം മണ്ണിൽ അധികം നിൽക്കണ്ടാന്ന് മനസ്സിലായ? സമ്മതിച്ചാ? ഇപ്പോഴെൻ്റെ ഒരു ചോദ്യം ഇവിടെ നിൽക്കണേട്ടാ. നൂലാമാല ആവോ? നിനക്ക് നൂലാമാല ആവോന്ന ചോദ്യമുള്ളൂ. ഈ മണ്ണിന്റെ ഉടമയ്ക്ക് ആ ഉണ്ണിനെ അറിയോ? ഇല്ല. നീ മുഖാന്തരല്ലേ അറിയുള്ളൂ. അതാ ചോദിച്ചുള്ളൂ. അപ്പൊ അതിലെന്തെങ്കിലും ഏടാകൂടം വന്ന ആർക്കാ വരിക? ഞാൻ എന്താ നിന്നോട് വെച്ച് ഈ മലയാളം മണ്ണിൽ നിൽക്കണ്ട പൊക്കോളാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായ? അത് വീഴട്ടെ. അതിനല്ല ഞാൻ പറഞ്ഞേ. ഇനി ഈ ദേശത്ത് വല്ല ഏതെങ്കിലും മുന്നേറ്റ് വല്ല അടുപ്പുണ്ട? ഇപ്പോഴും ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വന്നിട്ടില്ല. ഈ ദേശത്ത് ഏതെങ്കിലും മുന്നേറ്റ് വല്ല ഇട്ടുണ്ടായോ എന്ന ചോദ്യം. ആ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തേ കാണാറില്ല? നീ അപ്പൊ പ്രവർത്തിച്ചോ കേട്ടാ? അത് കഴിഞ്ഞാൽ പുസ്തകത്താളം കൊണ്ട് പോരെ? ഇത് നീ അധികം കൈ വെക്കണ്ട. ഏതാ മനസ്സിലായില്ല? നീ ഇടനിലക്കാരൻ. ആ ഉണ്ണിനറിയില്ല. വെള്ളി കൊടുക്കണ ഉണ്ണിനറിയില്ല, വെള്ളി വാങ്ങണ ഉണ്ണിനറിയില്ല. അറിയോ? അത് കഴിഞ്ഞ് എന്തെങ്കിലും മേടാകൂടം വന്നു കഴിഞ്ഞാൽ നീയല്ലേ പറയണ്ടേ? നീയാണ് ആ ഉണ്ണിനെ രണ്ടുപേർക്കും കൂട്ടിമുട്ടിച്ചത് നീയാ അല്ലേ? അപ്പൊ നോക്കി കളിച്ചാൽ മതി. അങ്ങനെ നല്ല വെള്ളിക്ക് കിട്ടും. അതുകൊണ്ട് കാര്യമില്ല. അവിടെ പറഞ്ഞു കൊടുത്താൽ മതി. അതിന്റെ വെല്ലടച്ചാൽ മതി. അവർ ചെയ്തോളൂ. നിനക്ക് പോകാൻ പറ്റില്ലെങ്കിൽ കിട്ടുക. എത്ര വയസ്സായി? മംഗല്യം കഴിക്കാൻ ഭവനത്തിലെ ഉണ്ണികള് സമ്മർദ്ദം ചെലുത്തുന്നു. നിനക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാ? മനസ്സിലായില്ല? ചന്തത്തിലാണ്. അല്ല പിന്നെ എങ്ങനെ നല്ലതെന്ന് നീ ഉണ്ണിയെ നിശ്ചയിച്ച്?
ആ സമയത്ത് നന്നായി നോക്കി കാര്യങ്ങൾ ചെയ്തിരുന്നു. നന്നായി സംസാരിക്കുന്നു നോക്കി. അല്ല അത് നോക്കി അതേപോലെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു ആ ഉണ്ണിയുടെ കഥ ഇപ്പൊ പറയണേ. ഞാൻ ഇതൊക്കെ ചോദിക്കും അങ്ങനത്തെ ഒരു മുതല പറഞ്ഞു. അതേപോലെ അതെന്താ തെറ്റിപ്പിരിഞ്ഞ്? തെറ്റിപ്പിരിഞ്ഞതല്ല, അതിങ്ങനെ ആയി വരുമ്പോഴേക്കും വീട്ടിൽ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ പറയും. അവൾ ചേച്ചി ഇതേപോലെ വീടിൻ്റെ അടുത്തുനിന്ന് കല്യാണം കഴിച്ചിട്ട് അച്ഛൻ അവിടെ അച്ഛനും കുടുംബം വീട് വെച്ചിട്ട് നാട്ടിൽ വന്നു. ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ആകുമ്പോഴേക്കും അപ്പം തന്നെ വേണ്ടാന്ന് വെച്ച് ഇങ്ങനെ ചെയ്തു. വേറെ ആളായിട്ട് അപ്പൊ അതുപോലെ ഒന്ന് കിട്ടണം നിനക്ക് അല്ലേ? കർമ്മം പ്രവർത്തിക്കൂ. ചെയ്യാം. ഞാനിപ്പോൾ അവിടുന്ന് തിരിച്ചു പോയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്ന ലോൺ എടുത്തിട്ട് കിട്ടണം. ഞങ്ങൾ പോകാനറിഞ്ഞ ശരിയായിട്ട് വന്നിട്ടുണ്ടായി സൗദിയിലേക്ക്. കുഴപ്പമില്ലാണ്ട് പോയി വന്ന് അല്ല നിങ്ങൾ ആദ്യ ശമ്പളം കിട്ടുമ്പോൾ ഞാൻ അയച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി. ലോൺ അല്ല, കർമ്മം ചെയ്തിട്ട് വേണം നിന്റെ ആ പുസ്തകത്താലുള്ള കാര്യങ്ങളും തടസ്സങ്ങളൊക്കെ തീർത്തിട്ട് വേണം നിന്നെ പറഞ്ഞയക്കാൻ. മനസ്സിലാവണ്ട? ഒരു 10 കർമ്മം പ്രവർത്തിച്ച് വന്നിട്ട് ആ പുസ്തകത്താളെ കൊണ്ടുപോയി ആരെ കടന്ന് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ 30 നാളത്തെ 15 നാളത്തെ വെള്ളി നീക്കി. സമ്മതിച്ചാ? പോയി കഴിഞ്ഞാൽ ആദ്യത്തെ മാസത്തെ ശമ്പളത്തിന്റെ പകുതി